എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിക്ക് തന്നെ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര അറിയില്ലാത്തവർക്കാണെങ്കിലും ശരി നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറിൽ വരുന്ന ഒരു അടിപൊളി 1 ലെയർ കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതിന് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവറിലൊക്കെയാണ് കേട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്, കേക്കിൻ്റെ ബോർഡിലല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദ, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇത് രണ്ടും മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു അരിക്കൽ എന്തായാലും നിർബന്ധമാണ്, കാരണം എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ 3 പ്രാവശ്യം ഈ ഒരു മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ മാത്രം നമുക്ക് അരിച്ച് വെക്കാം. ഇനി നമുക്കൊരു 2 എഗ്ഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റും യോക്കും കൂടെ ഒന്ന് ആ ഒരു 2 എഗ്ഗിൻ്റെയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ എഗ്ഗിൻ്റെ യോക്ക് അതേപോലെ തന്നെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, നമുക്ക് ആ ഒരു തൊണ്ടിൻ്റെ ഉള്ളിൽ തന്നെ, കാരണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു എഗ് വൈറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഷുഗർ പൗഡറും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷം മാത്രം നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഷുഗർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇതിങ്ങനെ ലൂസായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കുറച്ച് വൈറ്റായി വന്നതിന് ശേഷം മാത്രം ഷുഗർ പൗഡർ ചേർക്കുക. അപ്പോൾ 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ചത് 1/2 കപ്പാണ് കേട്ടോ. അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല വിപ്പിംഗ് ക്രീമൊക്കെ പോലെ തന്നെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ എഗ്ഗിൻ്റെ യോക്കുണ്ടല്ലോ, അത് ഒരു സമയത്ത് ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഇട്ട് കൊടുക്കുക, ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി, ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ കയ്യിലുള്ളത് ഏതാണോ എസൻസ് അത് ചേർത്ത് കൊടുക്കാം. വാനില ആണെങ്കിൽ വാനില, പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ, ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അതേപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് ആ ഒരു എഗ്ഗിൻ്റെ മിക്സിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടെ അരിച്ച് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്, കാരണം ഒറ്റയടിക്ക് നമ്മൾ കുത്തി ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് അരിച്ചങ്ങോട്ട് ഇടുവാണെങ്കിലാണ് ഇത് മിക്സ് ചെയ്യാനും എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ മുട്ടേൻ്റെ പൊന്തി വന്ന എഗ്ഗ് പൊന്തി വന്നിട്ടുണ്ടായിരുന്ന ഒക്കെ കൂടെ അത് താന്നു പോകട്ടെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് പതുക്കെ ഒന്ന് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് എക്സ്ട്രാ പാലോ അല്ലെങ്കിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഇത് നല്ല ആ ഒരു കറക്റ്റ് റിബൺ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നകത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ്, അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ തട്ടി കൊടുക്കാൻ വേറെ ആളും കൂടെ ഉണ്ട് കേട്ടോ, മോളാണേ. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നത് പോലെ അതുവരെ നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓവനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓവൻ്റെ ലൈറ്റ് അടിച്ചു പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിന് വെളിച്ചമില്ലാത്തത്. അങ്ങനെ ഇതാ കറക്റ്റ് ഒരു 25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ കുക്ക് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ ഓവർ കുക്കായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, അടുബായൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് എത്രയാണോ ഹൈറ്റ് ആ ഒരു കറക്റ്റ് ഹൈറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്കിനി ഇത് കട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഹൈറ്റ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ഹൈറ്റ് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 2 എഗ്ഗിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു
അര കപ്പിൻ്റെ ഒരു 1/4 കപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് ഒരുപാട് നമ്മൾ വേറെ ക്രീം ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ട, നമുക്ക് ഒരൊറ്റ ലെയറിലേക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ. അതായത് ഒരൊറ്റ കോട്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ലെയറിലേക്കോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ക്രീമിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ ബീറ്ററില്ലാന്നാണെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ടൈം വേണമെന്നുണ്ടാവുള്ളൂ, നമ്മുടെ കൈക്ക് നല്ല വേദന ആവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അര കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് അടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ഫ്ലഷ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തതാണ്. അത് നമുക്ക് ഒരു 1/4 കപ്പോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ വരും. അപ്പോൾ നമുക്കത് എത്രയാണോ ചേർത്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് അങ്ങോട്ട് തിക്കാവരുത്. ഇനി അതേപോലെ തന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് നമ്മൾ അടിച്ച സമയത്ത് മധുരം ഇട്ടിട്ടാണ് അടിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് കറക്റ്റ് മധുരം നോക്കിയിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കൂടി പോവേണ്ട. ഇനി മധുരം ഇല്ലാത്തതാണെന്നാണെങ്കിൽ അത് നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ മധുരം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് എടുത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ നല്ല പോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിത് കട്ട് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു സിറപ്പ് നല്ലതുപോലെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലൂടെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും, അതായത് 2 സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് നല്ലപോലെ അങ്ങോട്ട് വെറ്റാവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, ചിലപ്പോൾ എല്ലാം കൂടെ എന്താ പറയുക പുറത്തേക്ക് ഒഴുകി പോകുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് എന്നാലും അത് നനയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനുള്ളിലേക്ക് ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന പോലെ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതുപോലെ ചേർത്തുവെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്കിതിനൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരൊറ്റ ഒരു കോട്ടിങ് മാത്രമേ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമും കൊണ്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കേക്കിൻ്റെ ബോർഡിലൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ വീട്ടിലുള്ള ഒരു പ്ലേറ്റിൻ്റെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇത് ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ ഒരു സ്ക്രാപ്പറൊന്നും അല്ല കേട്ടോ. നമ്മൾ വീടുകളിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കാർഡുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതിനൊന്ന് ഫിനിഷിങ് കൂടെ ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്കിനെ ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമുക്കിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു 50 ഗ്രാം ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റും 25 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്രംസുകൾ ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതൊന്നും അതിനകത്ത് കൊടുക്കണ്ട. കുറച്ച് ബട്ടറും കൂടെ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടും കേട്ടോ. 1 ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂണാണ് ഒരു ഗ്ലേസിങ്ങും കൂടെ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് ആ ഒരു മെൽറ്റ് ചെയ്തത് നമുക്കിതുപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ആക്കുകയാണെങ്കിൽ നമുക്കിത് വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് ഇത് വീണ്ടും വേണമെങ്കിൽ റീയൂസ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തേക്ക് മാത്രം ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വേസ്റ്റ് ആവാനൊന്നും ഇല്ലായിരുന്നു. കറക്റ്റ് നമ്മൾ ഈ ഒരു അളവിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് പിസ്തയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ആണെങ്കിലും മതി കേട്ടോ. പൊടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ കാഷ്യൂ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോൾ പിസ്തയായിരുന്നു. അതുകൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ അതവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന കണ്ടപ്പം എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ വെച്ച് കൊടുത്തേ ഉള്ളൂ. അങ്ങനെ അതും കൂടെ നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബേസിനകത്ത് നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇനി എന്തെങ്കിലും കേക്കിൻ്റെ ടോപ്പറോ
അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേൻ്റെതാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.